ഭീമമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, വാടകമേലുള്ള GSTയിൽ നിന്നും വ്യാപാരികളെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചുനക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി പീയൂഷ് ചാരുമൂട് ഉദ്ഘാടനം ചെയ്തു. താമരക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ മാവേലിക്കര താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി മണിക്കുട്ടൻ ഈഷോപ്പി ഉദ്ഘാടനം ചെയ്തു. ഭീമമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി പിൻവലിക്കുക, വാടകമേലുള്ള GSTയിൽ നിന്നും വ്യാപാരികളെ ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചുനക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി പീയൂഷ് ചാരുമൂട് ഉദ്ഘാടനം ചെയ്തു. പ്രിയങ്കരനായ കൊച്ചുകുഞ്ഞു സാറിന്റെ കൊച്ചുമകൻ 8 വയസ്സുകാരനായ യദു ശ്രാവൺ കൃഷ്ണൻ എന്ന കുട്ടി പേവിഷബാധയേറ്റ് ഒരാഴ്ചക്കാലത്തോളം നരകിച്ച് ജീവൻ വെടിയേണ്ടി വന്നു. ചാരുമൂട്, താമരക്കുളം, ചുനക്കര ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളെല്ലാം ഇന്ന് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുകയും അത് കാരണം തെരുവ് നായ്ക്കളുടെ വർധനവും ശല്യവും വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്നലെയും നൂറിനാട് 2 പേരെ വേപട്ടി കടിച്ചു. ചാരുമൂടിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ടു. വള്ളികുന്നത്ത് 4ഓളം പേർക്ക് വേപട്ടിയുടെ കടിയേറ്റു. ഈ ഓരോ ദിവസവും ഇത് വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, ഒരു 10-15 വർഷക്കാലം മുമ്പ് വരെ നായ്ക്കളെ പിടിച്ച് ഓരോ വർഷം തോറും പഞ്ചായത്തുകൾ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും ജനസംഖ്യകളോ ഇത്രയും കാര്യങ്ങളോ ഇല്ല. പക്ഷെ അന്നത് നിയന്ത്രിക്കപ്പെട്ടു. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹം വളരുമ്പോൾ, ജനസംഖ്യ വളരുമ്പോൾ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നില്ല. പട്ടിയെ കൊല്ലുന്നതിന് നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ അതിനെ കൃത്യമായി വാക്സിനേറ്റ് ചെയ്യാനും വർഷം തോറും വാക്സിനേറ്റ് ചെയ്യുവാനും വന്ധ്യീകരണം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം ഈ പഞ്ചായത്ത് ഭരണസമിതികൾക്ക്, ഓരോ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഉള്ളതാണ്. നിർഭാഗ്യവശാൽ അവർ ചെയ്യുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ മരണം സംഭവിക്കുമ്പോൾ, പേവിഷബാധയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, പേപ്പട്ടിയുടെ ശല്യം രൂക്ഷമാകുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ചാടിക്കുടഞ്ഞ് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 2-3 പട്ടിയെ ഓടിച്ചിട്ട് പിടിച്ച് അതിനെ വാക്സിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് വന്ധ്യീകരണം ചെയ്യുന്നത്. പക്ഷെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ എല്ലാ മാസവും കൃത്യമായി ഹരിതകർമ്മസേനയെ വ്യാപാരി സ്ഥാപനങ്ങളിൽ വിട്ട് കൃത്യമായി 1-ാം തീയതിക്കും 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പൈസ പിരിക്കുന്നുണ്ടല്ലോ. ഒന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളില്, മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങളില്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളില് പഞ്ചായത്തുകൾ കൃത്യമായ അലംഭാവം സ്വീകരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഫസൽ അലി ഖാൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മ, രക്ഷാധികാരി ദിവാകരൻ നായർ, ഭാരവാഹികളായ MR രാമചന്ദ്രൻ, D തമ്പാൻ, ജമാലുദ്ദീൻ, രാധാമണി, സിനി രമണൻ, V വിഷ്ണു, ബാബു സരസ്വതി, പ്രസാദ് ചിത്രാലയ, അജികുമാർ, ബാബു നന്ദനം, സുകുമാരൻ നായർ, നിസാം കാവ്യ, ബിജു ഗ്രാൻഡ്, ജബു തുടങ്ങിയവർ സംസാരിച്ചു. താമരക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മാവേലിക്കര താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി മണിക്കുട്ടൻ ഈഷോപ്പി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VM മുസ്തഫ റാവുത്തർ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് കുമാർ കൃപ, സെക്രട്ടറി ചെല്ലപ്പൻപിള്ള, ബഷീർ അറഫ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് ചാരുമൂട്.